കറുപ്പിക്കുവാൻ ഇതിനും എളുപ്പം വഴി വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മളുടെ കടുക് കൊണ്ട് കിടിലൻ ഒരു ടിപ്പാണ്. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ഇത് സോപ്പ് കായ എന്ന് പറയും. നമുക്ക് ഓൺലൈനൊക്കെ വാങ്ങാനായിട്ട് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങാടിക്കടകളിലൊക്കെ വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന, അധികം വിലയൊന്നുമില്ലാത്ത, പണ്ട് കാലങ്ങളിൽ തുണി വരെയും കഴുകാൻ ഉപയോഗിച്ചിരുന്നതാണ് ഈ ഒരു സോപ്പ് കായ. ഇതുകൊണ്ട് നമുക്ക് മുടി കഴുകാനും വളരെ നല്ലതാണ്. പണ്ട് ഷാമ്പുവോ സോപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു സോപ്പ് കായ കൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ തലയൊക്കെ കഴുകിക്കൊണ്ടിരുന്നത് കേട്ടോ. നല്ല ക്ലീൻ ആകാനും അതുപോലെ തന്നെ നമ്മളുടെ തലയോട്ടിലുണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ്. യാതൊരു കെമിക്കലും ഇല്ലാതെ തന്നെ നമുക്ക് നാച്ചുറലി നമ്മളുടെ മുടിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു സോപ്പ് കായ കേട്ടോ. സോപ്പ് കായ നമുക്ക് പല രീതിയിൽ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് പല രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ തുണി കഴുകുന്നത് പോലെയല്ല നമ്മൾ തല കഴുകാനായിട്ട് ഉപയോഗിക്കുമ്പം പണ്ട് ചീനയ്ക്ക എന്ന് പറയില്ലേ, ചീനയ്ക്ക ശിക്കാക്ക, അതും സോപ്പ് കായയും കൂടെ കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ച് ഒരു ദിവസം വെച്ചതിന് ശേഷം പിറ്റേന്ന് നമ്മൾ തല കഴുകിക്കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടുവാനും മുടി നല്ല സിൽക്കി ആയിട്ട് ലോങ് ഹെയർ ആയിട്ട് വരുവാനും, അതുപോലെ പണ്ട് കാലങ്ങളിൽ മുടി നരക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കായ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, അതൊന്നെടുത്ത് കളയണം. അത് ഇത്രയും ഡ്രൈ ആയതുകൊണ്ടാണ് വളരെ ബുദ്ധിമുട്ട്. ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം നമ്മളത് കിള്ളിക്കളയുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് പൊട്ടി വരുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാനത് ഇടാൻ മറന്നുപോയി. അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അത് പൊളിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് വന്നു. പക്ഷെ അത് വെള്ളത്തിലിട്ട് കുതിർത്തി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ വരും കേട്ടോ. ഒരു പിടി നമ്മളുടെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂൺ നമ്മളുടെ ഉലുവ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നേരിയ തീയിലിട്ട് ഇത് നല്ലതുപോലെ വേവിക്കുക. ഇപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം വെക്കണമെങ്കിൽ 1 ഗ്ലാസ് വെള്ളമാകുന്നത് വരെയും ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഞാനൊരു മെത്തേഡാണ് കാണിച്ചു തരുന്നത്. മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുമ്പോൾ തന്നെ ഇത് ഷാമ്പു പോലെ നമുക്ക് പതഞ്ഞ് വരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത്തിരിയും കൂടെ പത വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സോപ്പ് കായ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുടി ഭയങ്കര ഡ്രൈ ആകും. അതുകൊണ്ട് വളരെ കുറച്ച് സോപ്പ് കായ ഇട്ടിട്ട് നമ്മൾ കറിവേപ്പിലയും ഉലുവയൊക്കെ ഇടുമ്പോൾ തന്നെ നമ്മുടെ മുടി ഡ്രൈനെസ് പോകാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനൊരു നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടി ഞാൻ ചന്ദന തൈലം ഇതിൽ ഒരു നുള്ള് മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ഡ്രോപ്പ് മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ്. അതുപോലെ തലക്ക് നല്ല തണുപ്പ് കിട്ടുവാനൊക്കെ സഹായിക്കുന്നതാണ് ഈ ചന്ദന തൈലം കേട്ടോ. വളരെ നല്ലതാണ് മുടിക്ക്. അത് ഒറിജിനൽ തന്നെ വാങ്ങണം. എന്നിട്ട് നമുക്കിത് കുപ്പിയിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ചീത്തായൊന്നും പോവില്ല. 1-2 ആഴ്ചത്തോളം നമുക്കിത് പുറത്ത് വെച്ച് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. 1 ആഴ്ച കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് തണുപ്പ് പോയതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. കുളിക്കുമ്പോൾ നമ്മൾ ഷാമ്പു ചെയ്യാതെ തന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. മുടിയിലുണ്ടാവുന്ന വ്യത്യാസം നിങ്ങളെ തന്നെ ആശ്ചര്യപ്പെടുത്തും. അടുത്തതായിട്ട് ഞാനൊരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില എടുക്കുമ്പോൾ എപ്പോഴും നല്ല ക്ലീനായിട്ട് എടുക്കുക. എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇത് ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് 1-2 ടേബിൾ സ്പൂണോളം നമ്മളുടെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഓരോ സ്റ്റെപ്പിനനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അല്ലാണ്ട് നമുക്ക് തോന്നണ സമയത്ത് നമ്മളത് ഇട്ട് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല. കടുക് നമ്മളുടെ മുടിക്ക് വളരെ നല്ലതാണ്. കറിവേപ്പിലയും വളരെ നല്ലതാണ്. അടുത്തായിട്ട് നമ്മൾ കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. കരിഞ്ജീരകവും നമ്മുടെ മുടി വളരുവാനും മുടി നല്ല കറുക്കുവാനും ഒക്കെ സഹായിക്കും. അടുത്തതായിട്ട് നമ്മളുടെ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1.25 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇവയെല്ലാം കടുക് പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ ഓരോന്ന് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇത് വയറ്റി നല്ല നേരിയ തീയിലിട്ട് ഇത് നല്ല കറുപ്പ് കളറാവുന്നത് വരെ നമ്മൾ വയറ്റണം കേട്ടോ. നല്ല പുക വരും. നമ്മൾ പുറത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുക കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ടാണ് ഇത്രയും പുക വരുന്നത് കേട്ടോ. പക്ഷേ ഇരുമ്പ് ചട്ടിയിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കൂടുതൽ വരുന്നത്. എന്നിട്ട് നമ്മളിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് ഒരു കണ്ടെയ്നറിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. നമ്മളിതൊന്ന് ചെയ്ത് വെച്ചാൽ മാത്രം മതി. വളരെ എഫക്റ്റീവായിട്ടുള്ള മുടി കൊഴിച്ചിൽ പോകുവാനും തലയിലുള്ള താരൻ പോകുവാനും എല്ലാത്തിനും ഒരു പരിഹാരം തന്നെയാണ് ഈ ഒരു മിശ്രിതവും ആ ഒരു ഷാമ്പുവും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഷാമ്പു ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു പൊടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നില്ലെങ്കിൽ നല്ലെണ്ണയോ അല്ലെങ്കിൽ ആവണക്കെണ്ണ
യോ ഉപയോഗിക്കണം, ആവണക്കെണ്ണ ഓയിലോ ഉപയോഗിക്കണം കേട്ടോ. വേറെ ഒരു എണ്ണയും അത്ര എഫക്റ്റീവ് അല്ല. ആവണക്കെണ്ണ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒറിജിനലായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആവണക്കെണ്ണ തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ലോക്കലായിട്ടുള്ള ആവണക്കെണ്ണയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രയും റിസൾട്ട് നമുക്ക് കിട്ടുന്നതല്ല കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നരച്ച മുടി എവിടെയാണോ അവിടെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇത് ചെയ്താൽ മതി കേട്ടോ. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു റിസൾട്ട് കിട്ടുന്ന, അതും നമ്മൾ ഹാമായിട്ടുള്ള കെമിക്കലുള്ള നമ്മളുടെ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പിന്നീട് നമുക്ക് വളരെ വലിയ ആപത്തിലേക്കാണ് പോകുന്നത്. തലയോട്ടി നേർത്ത് പോകുക, മുടി കൊഴിക്കുക, കുറച്ച് മുടി നരച്ചത് പിന്നെ കൂടുതലായിട്ട് നരക്കാനായിട്ട് ആ ഒരു ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോൾ വരുന്നതാണ്. എന്ന് വെച്ചാൽ കുറച്ച് നരയാണെങ്കിൽ അത് കൂടുതലാകാനേ സഹായിക്കുള്ളൂ. അപ്പം ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈസ് ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കാലക്രമേണ കുറഞ്ഞ് ആ ഒരു മുടി സാവകാശം, അതുപോലെ നമ്മളുടെ ഫുഡിലൊക്കെ കൺട്രോൾ ചെയ്യണം. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാനൊരു ഫുഡ് കാണിച്ചു തരുന്നുണ്ട്. എള്ളും തേങ്ങയും കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ്. അത് നമ്മളുടെ മുടി കറുക്കുവാനും മുടി സ്ട്രോങ് ആകുവാനൊക്കെ വളരെ സഹായകരമാണ്. വെറുതെ എള്ളും തേങ്ങയും മാത്രം ഇട്ടിട്ട് നമ്മൾ ചായക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റിൽ അത് ഉൾപ്പെടുത്തിയാൽ തന്നെ നമ്മൾ മുടിക്ക് വളരെ വ്യത്യാസം ഉണ്ടാകും കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതാണ്. അപ്പോൾ ഞാൻ ആ ഒരു പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും എടുക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഷാമ്പൂയിലെ അത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഈ ഒരു ഷാമ്പൂവും ഈ മിശ്രിതവും തലയിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ തേച്ച് കഴുകി കളഞ്ഞാൽ, നമ്മൾ എല്ലാ ദിവസവും ചെയ്ത് കഴിഞ്ഞാൽ കാലക്രമേണ നമ്മളുടെ മുടി കറുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. മുടി വളരണത് കൊണ്ട് തന്നെ നമുക്കിത് നിർത്താൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഫുഡിലും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്. ഫുഡിലും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു നര വരാനുള്ള ആ ഒരു ടെൻഡൻസി ഇല്ലാതാകുവാനായിട്ട് സഹായിക്കുന്നതാണ്. നമ്മൾ പുറമേ ചെയ്യുമ്പം ആ ഒരു പുറമേ ഉള്ള മുടികൾ മാത്രമേ ഈ ഒരു കറുപ്പ് നിറം വരികയുള്ളൂ. പക്ഷെ നമ്മളുടെ ഡയറ്റിൽ എള്ള്, അതുപോലെ തന്നെ കരിഞ്ജീരകം, അതുപോലെ പല ഫുഡുകളും അതുപോലുള്ള ഫുഡുകൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കാലക്രമേണ നമ്മളുടെ മുടികൾ കറുക്കാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. അതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്, എന്തൊക്കെ ഫുഡ് കഴിച്ചാൽ നമ്മളുടെ മുടി കറുത്ത് വരുമെന്നുള്ളത് കേട്ടോ. നെല്ലിക്കയൊക്കെ നമ്മളുടെ ഡയറ്റിൽ എപ്പോഴും ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ എന്നും എള്ളും നെല്ലിക്കയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ മുടി നരക്കുക എന്നുള്ള പ്രശ്നം നമ്മൾ എന്താ പറയുക, നമ്മളുടെ ഡയറ്റിൽ അതൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു വ്യത്യാസം വരും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.